അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ കുഞ്ഞാട്ടിൻ്റെ സ്കൂൾക്ക് ആനുവൽ ഡേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ നല്ല ഉഷാറായിരുന്നു, കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാഹ്. നല്ല രീതിയിൽ തന്നെ മോള് ഡാൻസൊക്കെ കളിച്ചിട്ട് ഗ്രൂപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രീതിയിൽ തന്നെ കളിച്ചു. ടീച്ചർമാർ അത്രയും എഫക്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡാൻസ് കുട്ടികൾക്ക് പഠിപ്പിക്കുക അത്രയും നന്നായ രീതിയിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ട്. ഈ എന്താ പറയുക, ബാലവാടി കുട്ടികളെ പരിപാടിയും LKG കുട്ടികളും നല്ല നല്ല രസമുള്ള ഒപ്പനയും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വെച്ചാൽ അതിന് പാട്ടില്ലാതെ വെറുതെ അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തായിരുന്നത്. പിന്നെ ഷാമോനും ഇവിടെ ഇല്ല കേട്ടോ. ഷാമോനും അവിടെയാണ് ഉമ്മാനെ എടുത്താണ് കേട്ടോ. അനിയത്തിൻ്റെ വീട്ടിലൊരു ദിവസം നിന്ന് പിന്നെ ഉമ്മാനായിട്ട് അങ്ങോട്ട് ഉമ്മാനെ എടുത്തേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നോമ്പ് തുടങ്ങല്ലേ. ഇനിയിപ്പോൾ ഒരു തിങ്കളാഴ്ച വൈകുന്നേരം വരുള്ളൂ. സ്കൂളിൽ ഇപ്പോൾ പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ റിവിഷനാണ്. പഠിച്ച ഭാഗങ്ങൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുക, പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് പഠിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരികയായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് പിന്നെ ഞാൻ വേറെ എൻ്റെ കൂടെ 11 മണിയായി പരിപാടിയൊക്കെ കഴിയുക. അപ്പോൾ കുറച്ച് ആളുകളെ ഞാൻ അവിടെ കാത്തിക്കുന്നുണ്ടോ, ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് താത്തമാരും അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ കാത്തിട്ട് ഗേറ്റിൻ്റെ അവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ കുറേ ചെക്കന്മാർ അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരിനാണെങ്കിലോ ഈ പാക്കിൻ്റെ മണവും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ജാതി മണം കേട്ടോ. പിന്നെ ചെറിയ ചെക്കന്മാരാണ്, അത്ര പ്രായമൊന്നുമില്ല. ഏറി വന്നൊരു +2 അങ്ങനത്തെ ഒക്കെ അത്ര പ്രായം ഉണ്ടാവുള്ളൂ കേട്ടോ. അവർ അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു ജാതി മണം. ആദ്യത്തെ ഒരു ചെക്കുണ്ട്, ബാക്കിലുണ്ട് ചെറിയൊരു പേന കത്തി പോലത്തെ ഒരു സാധനം കേട്ടോ. അതുണ്ട്, ഷർട്ട് പൊക്കിയിട്ട് ബാക്കിൽ ഇങ്ങനെ വെക്കണ കണ്ടിട്ടാ. അപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നി. എന്തെങ്കിലും അവിടെ ഉള്ള ചെക്കന്മാരായിട്ട് തല്ലുകൂടാനോ വല്ല പ്രശ്നങ്ങളും ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഉള്ള ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ടാ. അങ്ങനെ ആ ചെക്കൻ്റെ ബാക്കിൽ അങ്ങനെ ഒരു ചെറിയൊരു കത്തി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മക്കളുടെ ഒരു അവസ്ഥകൾ ചിന്തിച്ച് നോക്കി. ഇപ്പോൾ സ്കൂളത്തെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാവും വീട്ടിൽ നിന്ന് അങ്ങനെ പോന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഇവർ നടക്കണം എന്തിനാ കത്തിയും മടാളൊക്കെ കൈ പിടിച്ച് നടക്കണത്. എങ്ങനെയും തല്ലുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടല്ലേ. എന്ത് ധൈര്യമാണല്ലോ ഇപ്പോഴത്തെ മക്കളൊക്കെ, ഒരു ധൈര്യം സമ്മതിച്ച് പോയിട്ടുണ്ട്. അത്ര പ്രായമൊന്നുമില്ല, ഒരു +2 ഒരു 17 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ആ ചെക്കനക്ക്. അതിൻ്റെ കൂടെ കുറേ ചെക്കന്മാരുണ്ട്, കുറേ വണ്ടിമേലും ഒക്കെ അവിടെ ഇരിക്കണുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ചെക്കൻ്റെ കൂടെ ഒരു 4-5 ചെക്കന്മാർ വേറെ ഉണ്ട് കേട്ടോ. അവർ സ്കൂൾ ഗ്രൗണ്ടിൽ കടന്നിട്ട് പോണ കണ്ട്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ഒരാളോട് പറഞ്ഞത്, ആ ചെക്കൻ്റെ ബാക്കിൽ ഇങ്ങനെ കത്തി വെക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളിട്ടാന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതല്ല പറയാൻ പറ്റുള്ളൂ. പിന്നെ അവിടെയുള്ള മാഷ്ക്ക് ഫോൺ വിളിച്ചപ്പോൾ പിന്നെ മാഷ് ഫോൺ എടുത്തില്ല. അപ്പോൾ ആ മൈക്കിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയ കാരണം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. മാഷ് അതിൻ്റെ പരിപാടിയുടെ കാര്യങ്ങൾ കൂടി നടക്കുന്ന സമയമല്ലേ. അപ്പോൾ മക്കളൊക്കെ ഇപ്പോഴത്തെ മക്കളൊക്കെ വേറെ ലെവലാണ് മക്കളെ. നമ്മളെ മക്കൾക്ക് എന്തായാലും പടച്ചോന് നല്ല ബുദ്ധി നേരായ മാർഗത്തിൽ നടക്കാനുള്ള ഇതൊക്കെ പടച്ചോൻ കൊടുക്കട്ടെ. ഇപ്പോൾ ഈ ഒരു പരിപാടിക്ക് വരുമ്പോൾ ഓൻ ആ കത്തി കയ്യിൽ വെച്ച് വരണമെന്നുണ്ടെങ്കിൽ ഓൻ്റെ മനസ്സിൽ വേറെ എന്തോ ഒരു പ്ലാൻ ഉണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ചെറിയൊരു കശപിശ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന സമയത്ത് കത്തി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരതിയാൽ പോരെ. ഇനിയിപ്പോൾ വെറുതെ കത്തി എടുത്ത് ഒന്ന് പേടിപ്പിക്കും. അപ്പോൾ മറ്റേ ചെക്കൻ കത്തി പിടിച്ച് വലിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തി കുത്തായി. അതിൻ്റെ ഇടയിൽ ആടയിൽ ഇടപെട്ട അവർക്കും പ്രശ്നമായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഈ മക്കൾ ചെയ്ത് കൂട്ടണമെന്ന് സത്യം പറഞ്ഞപ്പോൾ തെറ്റ് കണ്ടാൽ നമുക്കൊരാളെ തിരുത്താൻ പോലും പേടിയാണ്. നമുക്കും അതിൻ്റേതായ ഉപദ്രവങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ചോദിച്ചാൽ നമുക്ക് തന്നെ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ കണ്ണടക്കുള്ളൂ, പേടിച്ചിട്ട് പറയാൻ പേടിച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മളെ എന്തെങ്കിലും ദ്രോഹിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഒരവസ്ഥ. ഇപ്പോഴാണെങ്കിൽ ഈ കള്ള് കുടിച്ച് വരുന്ന മക്കളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് എന്താ ഇങ്ങനെ വരുന്നതെന്ന് പോലും ചോദിക്കാൻ രക്ഷിതാക്കൾക്ക് പേടിയാവും. ഇങ്ങനെ ഓരോ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണ കാര്യം അവരെ ജീവൻ പേടിച്ചിട്ട് അവർ ചിലപ്പോൾ മക്കളെ എന്ത് കാട്ടിക്കുട്ടിയാലും അവർ കണ്ണടക്കുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ മക്കളെന്തെങ്കിലും ചെയ്ത് കുട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടേ. എന്തായാലും പടച്ചോൻ ആക്കട്ടെ. അപ്പോൾ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ തോന്നിയിട്ടെങ്ങനെ. അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഈ കോളേജിലൊക്കെ അങ്ങനെ പോണ കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ വേഗവും അവർ പോണ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, നല്ലതാവട്ടെ. അവർ സ്കൂളിട്ട് വരുമ്പോഴും അവർ പോകുമ്പോഴൊക്കെ ഒന്ന് അവരെ ശ്രദ്ധിക്കാനൊക്കെ നമ്മൾ നിൽക്കുക. അവരറിയാതെ തന്നെ നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാം. അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അവർക്ക് വാശി കൂടുള്ളൂ. അപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുക, അതൊക്കെ അല്ല നമ്മളെ രക്ഷിതാക്കൾക്ക് പറ്റുള്ളൂ. അല്ല നമ്മളെന്ത് ചെയ്യാനല്ലേ.